വള്ളംകളിയുടെ വിശേഷങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ജലമാമാങ്കം നാളെ. ആവേശക്കൊടുമുടിയിലാണ് പുന്നമടക്കായൽ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വള്ളംകളി കാണാൻ നാടിൻ്റെ നാനാഭാഗത്ത് നിന്ന് ജലോത്സവ പ്രേമികൾ എത്തിത്തുടങ്ങി. നാളെ രാവിലെ 11-ന് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളോടെ മേളയ്ക്ക് തുടക്കമാകാൻ പോകുന്നു. 2 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാർ അടക്കമുള്ളവർ പങ്കെടുക്കും. വള്ളംകളിയുടെ മുഴുവൻ ആവേശവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24 സംഘവും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ തത്സമയ സംപ്രേഷണം പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. വിവരങ്ങളുമായി ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടോബി, ഇനി രാത്രി വെളുത്താൽ പൂർണ്ണമായ ആവേശത്തിലേക്ക് മാറുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ, ബോട്ട് ക്ലബ്ബുകളുടെ വിശേഷങ്ങളൊക്കെ എങ്ങനെ ഒടുവിലായി ടോബി? റിജിത്ത്, എല്ലാ ആവേശവും ഈ പുന്നമടയിലേക്ക് എത്തുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി മണിക്കൂറുകൾ മാത്രം, ചെറിയൊരു കാത്തിരിപ്പ്. ഈ രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ഈ പുന്നമടയിൽ ആവേശം വീണ്ടും അലതല്ലുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന റോസ് പവലിയന്റെ അടുത്താണ്. അവിടെ എല്ലാ സജ്ജീകരണങ്ങളും, കാണികൾക്ക് ഇരിക്കാനുള്ള സീറ്റുകൾ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. മാധ്യമപ്രവർത്തകർ വന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് നമ്മൾ 24ന്റെ ആ ഒരു ഒരുക്കങ്ങൾ തന്നെയാണ്. എല്ലാ തരത്തിലും എല്ലാ ആവേശവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും 24ഉം നടത്തി കഴിഞ്ഞിരിക്കുന്നു. നാളെ രാവിലെ മുതൽ തന്നെ 6 മണി മുതൽ തന്നെ ആ സംപ്രേഷണം, ആവേശം നിറഞ്ഞ SK അടക്കം വരുന്ന ആ മോർണിംഗ് ഷോ തുടങ്ങും. അപ്പോൾ എല്ലാ ആവേശവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും 24ഉം നടത്തി കഴിഞ്ഞിരിക്കും. നമുക്ക് കാണാം, ഈ ഫിനിഷിംഗ് പോയിന്റിൽ അവസാനവട്ട ഒരുക്കങ്ങൾ സംഘാടക സമിതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും ഇത്തവണയുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ നമുക്കറിയാവുന്നതുപോലെ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇത്തവണയും ആ ആവേശം കുറയാതെ മത്സരം നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എല്ലാ ചുണ്ടൻ വള്ളങ്ങളും അവരുടെ പരിശീലനം ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു. ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നെങ്കിലും വീണ്ടും ഈ വള്ളംകളി നടക്കുമെന്ന് അറിഞ്ഞതോടുകൂടി ആവേശത്തോടെ പരിശീലനം ആരംഭിക്കുന്ന കണ്ടു. വലിയ വിജയപ്രതീക്ഷയിലാണ്. ഇത്തവണ 5ാമത്തെ കപ്പും നേടും. തുടർച്ചയായ 5ാം തവണ വിജയം കാത്തിരിക്കുന്ന പള്ളാത്തുരുത്തിയുണ്ട്. അതുപോലെ തന്നെ KTBC ഉണ്ട്. കുമരകം ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ തവണ മൈക്രോ സെക്കൻഡുകൾക്കാണ് അവർക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് നഷ്ടമായത്. അങ്ങനെ വാശിയേറിയ ചുണ്ടൻ വള്ളങ്ങളുടെ 19 വള്ളങ്ങൾ അണിനിരക്കുന്ന ആ മത്സരം നടക്കും. ആ അത്തരത്തിലുള്ള മത്സരങ്ങളിലേക്കെല്ലാം പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. 11 മണിയോടുകൂടി മത്സരങ്ങൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ആ വാശിയേറിയ പോരാട്ടം നടക്കും. എന്തായാലും കാണികളുടെ കാര്യങ്ങൾ, ഈ നെഹ്റു ട്രോഫി കാണാൻ വേണ്ടി ഇപ്പോൾ തന്നെ ആലപ്പുഴയിലേക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ ആളുകളുടെ ഒഴുക്കാണ്. നമ്മളോടൊപ്പം ഇവിടെ വന്നിരിക്കുന്ന ചില വള്ളംകളി പ്രേമികൾ ഉണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം, ഇത്തവണയും ആവേശം ഒട്ടും കുറയില്ലല്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തേക്കാളിലൊക്കെ ആവേശം ഏറ്റവും കൂടുതൽ വരുന്ന വള്ളംകളിയാണ് നാളെ നടക്കാൻ പോകുന്നത്. ശരിക്കും ഞങ്ങൾ വരുന്ന ആനാരിക്കരയിൽ നിന്നാണ് വരുന്നത്. അപ്പർ കുട്ടനാടിന്റെ പ്രദേശമാണ് ആനാരി. ശരി, വള്ളംകളിയുടെ ജലോത്സവത്തിന്റെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24ഉം സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. മാസങ്ങളായുള്ള ഈ വള്ളങ്ങളുടെ തയ്യാറെടുപ്പാണ്. അത് നാളെ ഒരു മത്സരമായി, ആവേശ മത്സരമായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്താൻ പോവുകയാണ്. ടോബി ജോൺസൺ അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നാളെ രാവിലെ 6 മണി മുതൽ 24ൽ പ്രേക്ഷകർക്ക് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ, ആവേശം, പ്രതികരണങ്ങളൊക്കെ കാണാൻ കഴിയും. എന്തായാലും പൊതുജനം കരുതിയ LSR എന്ന പരിപാടി ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി കൂരായണത്തിൻ്റെ സമയം. ഓവർ ടു കൂരായണം.